ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന് വിദേശ വ്യവസായിയുടെ മൊഴി. വിഗ്രഹങ്ങൾ വാങ്ങിയത് പുരാവസ്തു കടത്ത് സംഘത്തിന്റെ അംഗമായ ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ്. വെളിപ്പെടുത്തലുകൾ രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയിലെ വ്യവസായിയുടേതാണ്. വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, നേരത്തെ തന്നെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു 500 കോടിയോളം രൂപയുടെ വലിയ അന്താരാഷ്ട്ര കള്ളക്കടത്താണ് ഇതിന് പിന്നിലുള്ളത് എന്ന്. ഇപ്പോൾ ഇതാ ഈ മൊഴി കൂടെ പുറത്തു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആദ്യഘട്ടം മുതൽ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് ഒരു വ്യവസായി, തനിക്ക് പരിചയമുള്ളൊരു വ്യവസായി ഇത്തരത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കടത്തിൽ ഒരു പുരാവസ്തു കടത്തുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്നൊരു വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന ഒരു വ്യവസായിയാണ് ഇത് സംബന്ധിച്ച് തന്നെ അറിയിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് SITക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊരു മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ഈ വ്യവസായിയെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഫോണിൽ ബന്ധപ്പെട്ട സമയത്താണ് ഈ വ്യവസായിയുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഗുരുതരമായൊരു ആരോപണം അല്ലെങ്കിൽ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് ഈ പുരാവസ്തു കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ശബരിമലയിൽ നിന്നും 4 പഞ്ചലോക വിഗ്രഹങ്ങളാണ് കടത്തിയതായാണ് ഈ വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. ചെന്നൈ സ്വദേശിയായിട്ടുള്ള ഡി മണി എന്നറിയപ്പെടുന്ന ഒരു ചെന്നൈ സ്വദേശിയാണ് ഈ പഞ്ചലോക വിഗ്രഹം കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന് പുറകിൽ പ്രവർത്തിച്ചത്. ഇതിൽ ഏറ്റവും നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുന്നതിൽ ഇടനില നിന്നത് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2019-2020 കാലഘട്ടത്താണ് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്തെ പത്മകുമാറും N വാസുവിൻ്റെയും ഒക്കെ അവർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ രണ്ടുപേരും ഈ സ്വർണ്ണ കൊള്ളക്കേസിൽ തന്നെ അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഈ ഒരു സമയത്താണ് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ 4ഓളം പഞ്ചലോക വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്നും ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നത് എന്നാണ് നിലവിൽ ഈ വ്യവസായി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്തെത്തി ഡി മണി ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ട്. ഈ പഞ്ചലോക വിഗ്രഹത്തിന്റെ കടത്തുമായി ബന്ധപ്പെട്ടുള്ള പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനെ ഇടനില നിന്നിട്ടുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനാണ് ഈ പണം വാങ്ങിച്ചിരിക്കുന്നത് എന്നും ഈ വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും ഈ വ്യവസായിയും മാത്രമുള്ള ഒരു കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലൊരു ഈ പണം കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഈ വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമായിരിക്കില്ല ചിലപ്പോൾ ഇത്. ഒരുപക്ഷെ ഈ ഡി മണിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമൊക്കെ അന്വേഷണ സംഘം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഡി മണിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെയാണ് ഇനി അന്വേഷണ സംഘം കടക്കുക. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതൊരു പുരാവസ്തു കടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ ഇതുപോലെ ഈ കേരളത്തിൽ നിന്ന് തന്നെ പല ആരാധനാലയങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള വിഗ്രഹങ്ങളും കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. ഒരുപക്ഷെ ഡി മണിയെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കാം ഇതിൻ്റെ ഒരു വ്യാപ്തി കുറച്ചുകൂടി വ്യക്തമാകുക. ഏതായാലും രമേശ് ചെന്നിത്തല, മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സത്യമാകുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴി തന്നെയാണ് ആ വ്യവസായിയിൽ നിന്നും നിലവിൽ ഏതായാലും ലഭിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഈ ഡി മണി ലഭിക്കുന്നതോടുകൂടി ഇതിൻ്റെ വ്യാപ്തി മാറാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ഡി മണിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ SIT ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഡി മണിയുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. ഒരുപക്ഷെ വ്യവസായിയെയും രമേശ് ചെന്നിത്തലയെയും വീണ്ടും മൊഴിയെടുക്കാനുള്ളൊരു സാധ്യതയൊക്കെ നിലവിൽ ഏതായാലും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്.